ഹായ് ഹലോ നമസ്കാരം. അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കടലപ്പരിപ്പും വെള്ളരിക്കായും വെച്ചിട്ട് നല്ലൊരു കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. കടലപ്പരിപ്പിൻ്റെ കൂടെ വെള്ളരിക്ക മാത്രമല്ല, അതേപോലെ ജലാംശമുള്ള എല്ലാ പച്ചക്കറിയും ചേരുന്നതാണ്. പടവലങ്ങ, മത്തങ്ങ എന്നിങ്ങനെയുള്ളതെല്ലാം ഇതുപോലെ കൂട്ടുകറിയാക്കി എടുക്കാം. ആദ്യം അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് കടലപ്പരിപ്പ് ഒരു പാത്രത്തിലെടുത്തിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വയ്ക്കാൻ പോവുകയാണ്. കടലപ്പരിപ്പ് വേകാൻ താമസമുള്ളതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ മുന്നെയെങ്കിലും കുതിർക്കണം. ആ കടലപ്പരിപ്പ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളം ചേർക്കാം. 1/2 കപ്പ് കടലപ്പരിപ്പാണ്, അതിന് 1/4 കപ്പ് വെള്ളം മതിയാകും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുതിരാൻ മാറ്റി വയ്ക്കാം. ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു 3 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലിയാണ്, അതുകൊണ്ട് 3 എണ്ണം, ചെറുതാണെങ്കിൽ 6 എടുക്കാം. അതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തു. കറിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളിയും ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കണം. നമുക്ക് തീ സിമ്മിലാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ നിറച്ചും, അതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ള് ജീരകം വറുത്ത് പൊടിച്ചത്, പച്ചജീരകം വേണമെങ്കിലും ചേർക്കാം. പിന്നെ 2 പിടി തേങ്ങ, ഇതേപോലെ 2 പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങ ഈർപ്പം പോയിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം, എന്നാലാണ് കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ആവശ്യത്തിന് കടലപ്പരിപ്പ് ഇപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് മസാലയും കടലപ്പരിപ്പും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിള വരട്ടെ. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്ക, ഇതേപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 1/2 കപ്പ് വെള്ളരിക്ക ഉണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനിടയ്ക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡായിട്ടില്ല, സോറി. അതും കൂടി ചേർത്തേക്കണേ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കറക്റ്റാണ്, ഇത്രയും വെള്ളം തന്നെ മതിയാകും നമുക്ക്. കട്ടിയായിട്ടുള്ള കൂട്ടുകറിയാണ്. ഇനി ലിഡിട്ടിട്ട് വിസിലിട്ടൊന്ന് അടച്ചു കൊടുക്കാം. കുക്കർ ഒരൊറ്റ വിസിൽ മതിയാകും. പ്രഷർ നന്നായിട്ട് പോയതിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കടലപ്പരിപ്പ് കൂട്ടുകറി. വെള്ളരിക്കായ്ക്ക് പാകത്തിന് വെന്തിട്ടുണ്ട്. ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. വെള്ളമൊക്കെ വറ്റിയിട്ട് കറക്റ്റായിട്ട് കൂട്ടുകറിയുടെ ആ പാകത്തിന് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം. കടലപ്പരിപ്പ് നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു വരണം. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നന്നായിട്ട് ഉടയുന്നുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. അങ്ങനെ നല്ലൊരു കൂട്ടുകറി റെഡിയായി. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ ഒരു കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാ ഒഴിച്ചുകറിയുടെ കൂടെയും സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ ബെസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ലൊരു വിഭവമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.